ലോകരക്ഷകൻ തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ സാധ്യതമാക്കിയ രക്ഷ പരിധികളില്ലാത്തതാണ്. അത് എക്കാലത്തുമുള്ള സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള പൂർണ്ണമായ വിമോചനമാണ്. ആത്മീയവും ഭൗതികവുമായ ബന്ധനങ്ങളിൽ കഴിയുന്ന സകല ആത്മാക്കൾക്കും അവിടുന്ന് സമഗ്രമായ രക്ഷ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട അനേക ശുശ്രൂഷകരിലൂടെ ആ അമൂല്യമായ സമ്മാനം ലോകത്തിനു മുഴുവൻ അവിടുന്ന് പകരുന്നു. പൂർണ്ണ സമർപ്പണത്തിലൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അനേക ശുശ്രൂഷകർ തങ്ങളുടെ ദൈവവിളികളിലൂടെ ലോകത്തിന് അനുഗ്രഹമായി മാറുന്നു. ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ തൻ്റെ സ്വതസിദ്ധമായ ഭാഷാശൈലിയും പ്രഭാഷണ മികവും കൊണ്ട് ഇന്ന് ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് പ്രിയങ്കരനാണ്. ഇന്ന് കപ്പൂച്ചിൻ സഭയുടെ ഭാരതത്തിലെ ഏറ്റവും വലിയ പ്രൊവിൻസായ കോട്ടയത്തിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ കൂടിയായ ബഹുമാനപ്പെട്ട അച്ഛൻ തൻ്റെ ജീവിത വീഥിയിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നത് കാരുണ്യവാരിധിയായ ഒരു നല്ല ദൈവത്തെയാണ്. ബഹുമാനപ്പെട്ട പുത്തൻപുരയ്ക്കൽ അച്ഛൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലം അനുഗ്രഹീതവും സവിശേഷവുമായ ഓർമ്മകൾ കൊണ്ട് സമ്പന്നമാണ്. ചെറുപ്പം മുതൽ ദൈവം നൽകി അനുഗ്രഹിച്ചിരുന്ന പ്രസംഗകലയിലുള്ള താല്പര്യത്തെ കണ്ടറിഞ്ഞ് വളർത്തിയെടുത്ത ഗുരുക്കന്മാരെ അദ്ദേഹം സ്മരിക്കുന്നു. ജീവിതത്തിന്റെ ആരംഭകാലത്ത് നേരിടേണ്ടി വന്ന ഒരു പരാജയം, അത് പുത്തൻപുരയ്ക്കൽ അച്ഛനെ അല്പമൊന്ന് തളർത്തിയെന്ന് പറയാം. എന്നാൽ ദൈവം അതുവഴി അദ്ദേഹത്തിന്റെ ശോഭനമായ ഭാവിക്ക് പദ്ധതി ഒരുക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് പുത്തൻപുരയ്ക്കൽ അച്ഛൻ ഇന്ന് ലോകത്താൽ അംഗീകരിക്കപ്പെട്ട ഒരു മികച്ച പ്രഘോഷകൻ എന്ന നിലയിൽ തൻ്റെ കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ ദൈവം വളർത്തിയ അത്ഭുതകരമായ അവസരങ്ങളെ കൃതജ്ഞതാപൂർവം സ്മരിക്കുന്നു. സെമിനാരിയിലേക്ക് കടന്നു വരുന്നതിനുള്ള ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ജനിക്കുന്നതിനും മുൻപ് തന്നെ എല്ലാം അറിയുന്ന ദൈവം ഏറെ പരിശീലനങ്ങൾ അദ്ദേഹത്തിനായി ഒരുക്കിയിരുന്നു. അക്കാലത്തെ തൻ്റെ സഹപാഠികളെയും അധ്യാപകരെയും ഏറെ സ്നേഹത്തോടെ അച്ഛൻ സ്മരിക്കുന്നു. ദേവസ്വം ബോർഡിൻ്റെ കോളേജിലാണ് ഞാൻ പഠിച്ചത്. നരിയമ്പാറ DBS കോളേജ്. അന്നൊരു പ്രിൻസിപ്പാൾ കല്യാണസുന്ദരരാമ അയ്യർ എന്നെ സ്വാധീനിച്ച ശാന്തനായ ഒരു നല്ല പ്രിൻസിപ്പാൾ. ആത്മാർപ്പണമുള്ള യുവജനങ്ങളായ നല്ല അധ്യാപകരെ ഒത്തിരി സന്തോഷമാണ്. ഈയിടെ 35 വർഷങ്ങൾക്ക് ശേഷം പഴയ ഗുരുഭൂതരെ ആദരിക്കാൻ വേണ്ടി നരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിൽ ഞങ്ങൾ ഒരു ബാച്ചുകാർ ഒരുമിച്ച് കൂടി 120ഓളം ആൾക്കാർ ഒത്തിരിയേറെ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കൽ. 3.5 പതിറ്റാണ്ട് ഓർമ്മകൾ ഒന്നുകൂടി ഇളകി വന്നു. ലോക്കൽ ചാനലുകൾ എന്നത് ടെലികാസ്റ്റ് ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു പുതിയ സംഗമം എന്ന പേര് പറഞ്ഞ്. അപ്പോൾ അവിടെ വെച്ച് അവർ ഇൻ്റർവ്യൂ എന്നോട് ചോദിച്ചു, ചാനലുകാർ. അപ്പോൾ ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒരു സ്ഥാപനമാണ് നരിയമ്പാറ ദേവസ്വം ബോർഡ് കോളേജിലും അവിടുത്തെ നല്ല ഹൈന്ദവ ആചാര്യന്മാരായ ഗുരുഭൂതരും ഇന്നത്തെ പോലെ മതഭ്രാന്ത് പറയുന്നവരല്ല, സ്നേഹത്തിൻ്റെ സന്ദേശം മനസ്സിൽ പതിപ്പിച്ച അറിവും ബോധവും വിവേകവുമുള്ള നല്ലവരായ ആദരണീയരായ ആചാര്യന്മാരായ ഗുരുഭൂതരെയൊക്കെ സ്നേഹത്തോടെ ഈ നിമിഷത്തിൽ ഓർക്കുകയാണ്. അവരുടെ വാർദ്ധക്യത്തിലും അവരുടെ വിശ്രമകാലത്തിലും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കോളേജ് വിദ്യാഭ്യാസം ഒരുപാട് വളർത്തിയിട്ടുണ്ട്. തമ്മിൽ കൊണ്ടും കൊടുത്തും ആശയ സംഘടനകൾ നടത്തിയുമ്പോൾ, പക്ഷേ വെറുപ്പൊരിക്കലും ഇല്ലായിരുന്നു. ആശയ സംഘടന നടത്തിയിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും
ഒരു ശാരീരിക ബഹളത്തിലേക്കോ സങ്കടത്തിലേക്കോ വരാത്ത ഒരു നല്ല കാലഘട്ടം, പെൺകുട്ടികളുമായുള്ള ഒരു നല്ല ബന്ധവും ഇടപെടാനൊക്കെ പഠിപ്പിച്ചത് ആ ഒരു അന്തരീക്ഷമാണ്. ആണുങ്ങളുടെ നല്ല സൗഹൃദം പഠിപ്പിച്ചത് ആ കോളേജ് അന്തരീക്ഷമാണ്. അതൊക്കെ പിന്നീടുള്ള വൈദിക പരിശീലന കാലഘട്ടത്തിലും ജീവിതത്തിലൊക്കെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് സെമിനാരി ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും ഒരു പ്രാസംഗികനായി വളരുവാനുള്ള സാഹചര്യങ്ങൾ ഭംഗിയായി ഒരുക്കപ്പെട്ടിരുന്നു. ഒപ്പം മികച്ച ബോധ്യങ്ങളിൽ വളരുന്നതിനായി സഹായിച്ച ഏറെ മാതൃകകളും സൗഹൃദങ്ങളും എന്നും ലഭിച്ചിരുന്നത് ബഹുമാനപ്പെട്ട പുത്തൻപുരയ്ക്കൽ അച്ഛൻ സ്മരിക്കുന്നു. സെമിനാരി വിദ്യാഭ്യാസ കാലയളവിൽ പലപ്പോഴായി കടന്നു ചെല്ലാൻ കഴിഞ്ഞ വിവിധ ജനസമൂഹങ്ങളും തന്നെ ആത്മീയമായും മാനസികമായും വളർത്തിയതും അദ്ദേഹം ഓർമ്മിക്കുന്നു. അവിടെയെല്ലാം താൻ ആഗ്രഹിച്ച ഒരു വീഥിയിലേക്ക് തനിക്ക് പ്രിയങ്കരനായൊരു ശുശ്രൂഷകനെ ദൈവം കരം പിടിച്ചു നടത്തുകയായിരുന്നു. 1980 ജൂണിൽ ഭരണങ്ങാനത്ത് ചേരുന്നു. അവിടെയും നല്ല റോൾ മോഡലായ വൈദികർ കപ്പുച്ചിൻ സഭയിലുണ്ടായിരുന്നു. പ്രായമായ അച്ഛന്മാരുടെ ജീവിത മാതൃക, ചെറുപ്പക്കാരുടെ ജീവിത തീഷ്ണത. 13 വർഷങ്ങളിലെ പഠിത്തത്തിന് ശേഷമാണ് കപ്പുച്ചിൻ സഭയിൽ ഒരച്ഛനായിട്ട് പട്ടം കിട്ടുക. വന്ന് പഠിച്ച കാലം, വന്ന് പഠിക്കുമ്പം തന്നെ ഞാനിങ്ങനെ രാഷ്ട്രീയത്തിൽ വന്നതുകൊണ്ട് പ്രസംഗത്തിൻ്റെ ചാതുര്യം ഉള്ളിലുള്ളതുകൊണ്ട് മൈനർ സെമിനാരി വരെ പ്രസംഗിക്കാനുള്ള നല്ല അവസരങ്ങൾ കിട്ടി. പാലായിൽ ഗാന്ധി പീസ് ഫൗണ്ടേഷൻ്റെ പ്രോഗ്രാമിൽ MP മൻമഥൻ സാറുമൊത്തൊക്കെ ചിന്ത പങ്കുവച്ചതിൻ്റെ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അപ്പം അതിനുള്ള അവസരം കപ്പുച്ചിൻ സഭ എൻ്റെ പരിശീലനത്തിൻ്റെ ആദ്യകാലം മുതൽ എനിക്ക് നൽകിയിരുന്നു. ഒരുപക്ഷെ ഞാൻ ഇന്ന് ഇത്രയും പോപ്പുലർ ആകാനും അറിയപ്പെടാനും ഒക്കെയുള്ള കാരണം കപ്പുച്ചിൻ സന്യാസ സഭ എന്ന സമൂഹത്തിൻ്റെ അധികാരികളും എൻ്റെ സഭയിലെ സഹോദരങ്ങളും അവർ നൽകുന്ന നിരന്തരമായ പ്രോത്സാഹനമൊക്കെയാണ്. അങ്ങനെ പഠനം കഴിയുന്നു. സുൽത്താൻ ബത്തേരിയിൽ 4 വർഷത്തെ പഠിത്തം, ഒത്തിരിയേറെ വടക്കനാട് ഇടവക എന്നൊരു ഇടവക, സുൽത്താൻ ബത്തേരി അസംഷൻ ചർച്ച്, അവിടുത്തെ ആശുപത്രി, ജനങ്ങൾ, അവരൊക്കെ നൽകിയ പ്രോത്സാഹനം, ബത്തേരി കുപ്പാടി പ്രദേശത്തുള്ള ജനത്തിൻ്റെ പ്രോത്സാഹനം, ഇതൊക്കെ മനസ്സിലുണ്ട്. ബഹുമാനപ്പെട്ട ജോസഫ് പുത്തൻപുരയ്ക്കൽ അച്ഛൻ്റെ ജീവിതം എക്കാലവും സഞ്ചരിച്ചിരുന്നത് വ്യത്യസ്തമായ സാമൂഹികവും ഭൗതികവുമായ സാഹചര്യങ്ങളിൽ കൂടിയായിരുന്നു. ലോകയാഥാർത്ഥ്യങ്ങളെ വ്യക്തതയോടെ തിരിച്ചറിയുവാനും അതുവഴി കർത്താവിൻ്റെ അജഗണത്തിനു മുന്നിൽ ഒരു മികച്ച പ്രേക്ഷിതനായി തീരുവാനും ദൈവം അദ്ദേഹത്തെ ഒരുക്കുകയായിരുന്നു. 1993 ഡിസംബർ 26-ാം തീയതി പൗരോഹിത്യമെന്ന മഹത്തായ വിളി അദ്ദേഹത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നതിനുള്ളിൽ ഏറെ ബോധ്യങ്ങളാലും കഴിവുകളാലും പരിശുദ്ധാത്മാവ് അച്ഛനെ ഒരുക്കി. 1984-85 കാലഘട്ടത്തിലെ നോവിഷ്യേറ്റ് കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നതും. അപ്പം ഒത്തിരി രാജ്യത്ത് ഒരുപാട് ചലനങ്ങളൊക്കെ സൃഷ്ടിച്ച ആ കാലഘട്ടം. 85 മെയ് 15 കപ്പുച്ചിൻ സഭയുടെ കുപ്പായമൊക്കെ ധരിച്ച് വ്രതവാഗ്ദാനം നടത്തുന്നു. പിന്നെയുള്ള 3 വർഷങ്ങളിൽ തൃശ്ശൂർ കാൽവരി ഫിലോസഫി കോളേജിലെ ഫിലോസഫി വിദ്യാഭ്യാസം, ഒപ്പം കേരളവർമ്മ കോളേജിൽ ഫിലോസഫി ഡിഗ്രി എഴുതുവാനുള്ള ഒരുക്കങ്ങൾ അവിടെ എഴുതുന്നു. ഇപ്പം കോളേജ് വിദ്യാഭ്യാസം ഇതെല്ലാം കഴിഞ്ഞ് ഫിലോസഫിയിൽ തേർഡ് റാങ്ക് മേടിച്ചാണ് അന്ന് ജയിക്കുക. അപ്പം അങ്ങനെ ജയിച്ചു കഴിഞ്ഞപ്പോൾ തുടർന്ന് പഠിക്കാനുള്ള ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ പലതും ഉണ്ടായിരുന്നു. പക്ഷേ സഭയുടെ അന്നത്തെ അന്തരീക്ഷത്തിൽ ആ ഒരു തുടർ പഠനത്തിനുള്ള വേദിയല്ല അവിടെ ഉള്ളത്. പിന്നീട് ഒരു 9-ാം വർഷത്തെ പരിശീലനം, കപ്പുച്ചിൻ സഭയിൽ വൈദിക വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന ദൗത്യം, ഒപ്പം അസീസി മാസിക ജീവൻ ബുക്സ് അതുമായ സഹകരണം ആ ഒരു വർഷം. പിന്നീട് 10, 11, 12, 13 വർഷങ്ങൾ കോട്ടയം കപ്പുച്ചിൻ വിദ്യാഭവനം എന്നുള്ള വൈദിക സന്യാസ പരിശീലനം. 1993 ഡിസംബർ 26-ന് അച്ഛനായിട്ട് വലിയ തോവാള പള്ളിയിൽ വെച്ച് കപ്പുച്ചിൻ സഭയ്ക്ക് വേണ്ടി, ആഗോള സഭയ്ക്ക് വേണ്ടി
കപ്പുച്ചിൻ സഭയിലൂടെ വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ട ഒരിക്കലും മറക്കാനാവാത്ത നിമിഷം ഇതെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ട്. ജോണിയും ഞാനും അച്ഛനും ഒക്കെ കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹികളായിരുന്നു. ഞാൻ ആ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. കേരള സർവകലാശാല യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്നു. ജോണി KSCയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അച്ഛനും അതുപോലെ തന്നെ ഇതിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിലുമൊക്കെ ആയിട്ട് വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട്. ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് ഒരുപാട് കാലം ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം ഞങ്ങൾ അല്പരാഷ്ട്രീയവും കുടുംബജീവിതവും കൃഷി കാര്യങ്ങളുമൊക്കെ ആയി മാറി. അച്ഛന് വൈദിക പഠനത്തിന് പോയി, വൈദികനായി മാറി. ഞാൻ കൂടിയിട്ടുള്ള പുത്തൻ കുർബാനയിൽ ഏറ്റവും വലിയ പുത്തൻ കുർബാന വലിയതോവാള വെച്ച് നടന്ന ജോസഫ് പുത്തമ്പരി അച്ഛൻ്റെ പുത്തൻ കുർബാനയായിരുന്നു. ഏകദേശം ഒരു 40-ലധികം ബസ്സിനുള്ള ആളുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ ഒരു ജനക്കൂട്ടം അച്ഛൻ്റെ പുത്തൻ കുർബാനയിൽ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇടുക്കി ജില്ലയിൽ നിന്നോ വലിയതോവാളയിൽ നിന്നോ മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. സമാനതകളില്ലാത്ത വിധം തികഞ്ഞ ആത്മീയ ബോധ്യങ്ങളിലൂടെ വഴി നടത്തപ്പെട്ട ഈ അഭിഷിക്തൻ തൻ്റെ ശുശ്രൂഷ മേഖലയിലേക്ക് ആനയിക്കപ്പെട്ട അവസരം മുതൽ ഇതുവരെയും സഞ്ചരിച്ചതും വിഭിന്നങ്ങളായ വീഥികളിലൂടെയാണ്. ചില ഇടവകകളിൽ ആരംഭിച്ച് ഇന്ന് എണ്ണമറ്റ ആത്മാക്കളിൽ സുവിശേഷ സന്ദേശം എത്തിക്കുകയും മികച്ച ജീവിതാവബോധം പകർന്നു നൽകുകയും ചെയ്തു മുന്നേറുന്ന അച്ഛൻ എക്കാലവും പ്രഘോഷിക്കുന്നത് തനിക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ തിരിച്ചറിവുകളാണ്. ഞാൻ എവിടെയോ ഒരിക്കൽ വായിച്ചു തോർക്കുന്നു, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിക്കുന്ന 4 ഘടകങ്ങൾ. 1, മറക്കാനാകാത്ത ഒരു സ്ഥലം. 2, മറക്കാനാകാത്ത ഒരു മുഖം. 3, മറക്കാനാകാത്ത ഒരു മണിക്കൂർ. 4, മറക്കാനാകാത്ത ഒരു സംഭവം. ഇത് മനുഷ്യനെ ഒത്തിരിയേറെ സ്വാധീനിക്കും, അവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നാണ് പറയുക. പൗരോഹിത്യവും ഒപ്പം എൻ്റെ അപ്പൻ്റെ അമ്മയുടെ മുഖവും ഒരുപാട് ജീവിതാനുഭവങ്ങൾ സമ്മാനിച്ച ഓർമ്മകളും ഇതെല്ലാമാണ് ജീവിതത്തെ ബലപ്പെടുത്തുന്നതും. ഇന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒത്തിരി അഭിമാനത്തോടു കൂടി ശുശ്രൂഷ പൗരോഹിത്യം തുടരുവാൻ കെൽപ്പ് നൽകുന്നതും എല്ലാം. 1993 ഡിസംബർ 26 പട്ടം കിട്ടി. അത് കഴിഞ്ഞ് ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻ പള്ളിയിൽ ആദ്യമേ അസിസ്റ്റൻ്റ് വികാരിയായി ജോലി ചെയ്യുന്നു. ആ ജനത്തിൻ്റെ ആദരവും സ്നേഹവും പ്രോത്സാഹനവും ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം എന്നിൽ ചെലുത്തിയിട്ടുണ്ട്. ഒരിക്കലും മറക്കാത്ത ചില ഇടവകളാണ് എൻ്റെ ജീവിതത്തിൽ. കല്ലറ സെൻറ്റ് തോമസ് പഴയപള്ളി, കുമരകം വള്ളാറപ്പള്ളി, ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻ പൊറോനാപ്പള്ളി ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിനുശേഷം തിരുവനന്തപുരത്ത് മണ്ണന്തലയുള്ള റാണിഗിരി പള്ളിയിലായിരുന്നു എൻ്റെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ്. 1 വർഷത്തേക്കായിട്ട് പോയതാണ്. അവിടെ ഉണ്ടായിരുന്നൊരു വലിയച്ഛൻ ജോൺ മൈലേക്കിലച്ഛന് എൻ്റെ സേവനം ആവശ്യം, സഹായം ആവശ്യം. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടായിരുന്നു ശുശ്രൂഷകളുടെ ആരംഭം. അവിടുത്തെ ജനത, കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് പാർക്കുന്നവർ, വിവിധ സംസ്കാരങ്ങൾ ഒത്തിരിയേറെ അറിവിലും വായനയിലും പഠനത്തിലും എൻ്റെ പ്രസംഗത്തിൻ്റെ രീതിയിൽ മാറ്റം വരുത്താനുമൊക്കെ ഒത്തിരി സഹായിച്ച ഒരു ദൈവജനത്തെയാണ് റാണിഗിരി പള്ളിയിൽ കാണാൻ പറ്റിയതും. തിരുവനന്തപുരത്തുള്ള എൻ്റെ ആ വാസം രാഷ്ട്രീയത്തിൽ, സാംസ്കാരിക ലോകത്ത് ഒരുപാട് രംഗങ്ങളുമായി ഒത്തിരി ബന്ധപ്പെടാനുള്ള അവസരമുണ്ടായി. കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഉള്ളിലുണ്ടായിരുന്ന ഒരാഗ്രഹം പൂർത്തീകരിക്കുവാൻ ദൈവം ഇടവരുത്തിയതിനെക്കുറിച്ച് പുത്തൻപുരയ്ക്കൽ അച്ഛൻ സ്മരിക്കുന്നു. ശുശ്രൂഷാ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് നൽകിയതിനൊപ്പം ഏറെ ബോധ്യങ്ങളും സമ്മാനിച്ച ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു നിയമവിദ്യാർത്ഥിയായി തീരുകയും തുടർന്ന് കുറച്ചുകാലം ഒരു അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുകയുമുണ്ടായി. അധികകാലം
ആ മേഖലയിൽ തുടരുവാനായില്ലെങ്കിലും ആ അനുഭവങ്ങൾ അദ്ദേഹത്തിന് സമ്മാനിച്ച തിരിച്ചറിവുകൾ വലുതായിരുന്നു. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പം എന്നും പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവായ ദൈവമേ, നീ എന്നെ പ്രീ ഡിഗ്രി ലഭിക്കണം, വക്കീലാക്കണം, എന്നിട്ട് നീ എന്നെ MLA ആക്കണം. എൻ്റെ കൂട്ടുകാരന്മാർ സീനിയേഴ്സ് എല്ലാവരും തന്നെ ട്രിവാൻഡ്രത്തോ എറണാകുളത്തോ കോഴിക്കോടോ നിയമം പഠിച്ചവരാ. അപ്പം അതിനൊരു ഈടുണ്ട്. അപ്പം തിരുവനന്തപുരത്ത് ഇങ്ങനെ ആയിരിക്കുമ്പോൾ അന്ന് ഞങ്ങളുടെ സഭയുടെ സുപ്പീരിയറായ പ്രൊവിൻഷ്യാളച്ചൻ ഞങ്ങളെ സന്ദർശിക്കാൻ വന്നവൻ പറഞ്ഞു, എന്നും പ്രസംഗിച്ച് ഓടി നടന്നാൽ പ്രായമാകുമ്പോൾ ഒന്നും പഠിച്ചില്ല എന്നുള്ള ചിന്ത വന്നാലോ, അതുകൊണ്ട് കാര്യം ചെയ്യുക, എന്തെങ്കിലും ഇഷ്ടമുള്ളത് പഠിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പണ്ട് കോളേജ് രാഷ്ട്രീയത്തിലായിരുന്നപ്പോൾ വക്കീലായ കൊള്ളാവുന്ന ഒരാഗ്രഹം ഉണ്ടായിരുന്നു. സഭയ്ക്ക് എതിരില്ലെങ്കിൽ ഇഷ്ടമാണെങ്കിൽ അതുതന്നെ ആകാനാണ് എനിക്കിഷ്ടം. അങ്ങനെ എവിടെ ഞാൻ രാഷ്ട്രീയത്തിൻ്റെ പരീക്ഷണം നടത്തിയൊരു കാലഘട്ടമുണ്ടോ, ആ തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ 1996 സഭ എന്നെ ചേർത്തു. 99 ഞാൻ വക്കീലായിട്ട് ഇറങ്ങി. തിരുവനന്തപുരത്ത് സീനിയേഴ്സിൻ്റെ കീഴിൽ കുറച്ചു കാലമൊക്കെ ചെറിയ പ്രാക്ടീസൊക്കെ നടത്തി ലോയിലേക്കൂടെ കാലുറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാലഘട്ടത്തിലാണ് ഭരണങ്ങാനത്തുണ്ടായിരുന്ന ഞങ്ങളുടെ ആദരണീയനായ ഇന്ന് ദൈവദാസനെന്ന് വിളിക്കുന്ന പ്രോസസ്സ് നടക്കുന്ന ബഹുമാനപ്പെട്ട ആർമണ്ടച്ചൻ മരിച്ചുപോയി. ഇരിട്ടി പട്ടാരം ധ്യാനമന്ദിരത്തിൽ വെച്ച്. ഭരണങ്ങാനത്തിൻ്റെ ചാർജായി വിൻസെൻ്റ് അച്ഛനോട് പട്ടാരത്തിൻ്റെ ചാർജാക്കാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഭരണങ്ങാനത്തിൻ്റെ ചാർജ് എടുക്കുക. അന്ന് വരെ തീപ്പൊരി പ്രസംഗം പോലെ പറഞ്ഞു നടന്ന കപ്പുച്ചൻ മിഷൻ ധ്യാനങ്ങളിലൂടെ കേരളത്തിൽ മുഴുവൻ ഓടി നടന്ന എൻ്റെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവായിരുന്നു ഭരണങ്ങാനം അസീസി ധ്യാനമന്ദിരത്തിൻ്റെ ഡയറക്ടറായി 2001 മെയ് 10 ഞാൻ ഏറ്റെടുത്ത എൻ്റെ പുതിയ ഉത്തരവാദിത്വം. ഗ്രൂപ്പ് അംഗങ്ങൾ, ടീം അംഗങ്ങൾ, ആയിരങ്ങൾ കടന്നു പോകുന്ന ഒരു ധ്യാനമന്ദിരം. കേരളത്തിൽ ഏറ്റവും ആദ്യം ആരംഭിച്ച ധ്യാനമന്ദിരമാണ് അസീസി ധ്യാനമന്ദിരം. അതിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്നുള്ള എല്ലാ ധ്യാനമന്ദിരങ്ങളും ആരംഭിക്കുന്നത്. ഉയർന്ന ആത്മീയ ബോധ്യങ്ങളിലേക്കും സമ്പന്നമായ ജീവിത വീക്ഷണത്തിലേക്കും ബഹുമാനപ്പെട്ട പുത്തൻപുരയ്ക്കൽ അച്ഛന് വഴികാട്ടികളായി മാറിയ ചിലരുണ്ട്. ബെർക്കുമാൻസ് പുതുപ്പറമ്പിൽ അച്ഛനും ഹിപ്പോളിത്തസ് പിതാവും തുടങ്ങി ഏറെ പേർ ആ വഴികളിൽ പ്രകാശം പകർന്നവരാണ്. അച്ഛനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിരുന്ന കപ്പൂച്ചിൻ സഭാ നേതൃത്വം തുടർന്നുള്ള കാലങ്ങളിൽ വ്യത്യസ്തമായ പല മേഖലകളിലേക്കും അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ പ്രയോജനപ്പെടുത്തിയിരുന്നു. സാമൂഹികമായ ഇടപെടലുകളിലും ഒപ്പം നേതൃരംഗത്തും ഒരുപോലെ തിളങ്ങുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. കപ്പുച്ചിൻ സഭയിൽ നല്ല വായനയും പഠനവും അറിവുമൊക്കെ നേടണമെന്ന് എന്നെ പഠിപ്പിച്ച ഒരു വലിയ ആചാര്യനായിരുന്നു പുണ്യശ്ലോകനായ ബെർക്കുമാൻസ് പുതുപ്പറമ്പിലച്ചൻ. ചെറക്കടവ് സ്വദേശിയാണ്. അദ്ദേഹത്തെ അടക്കിയിരിക്കുന്ന ഭരണങ്ങാനത്ത് അസീസിയുടെ സെമിത്തേരിയിലാണ്. മരിച്ചു വർഷങ്ങൾ കഴിഞ്ഞ് തുറന്നപ്പോഴും അഴുകാത്ത ശരീരമായി അതങ്ങനെയിരുന്നു. ഇന്ന് ആൾക്കാർ പ്രാർത്ഥിക്കുന്നു. ദൈവദാസൻ എന്ന് വിളിക്കുവാനുള്ള അതിനുള്ള ഘട്ടങ്ങളിലൂടെ ഇന്ന് കടന്നു പോവുകയാണ് സഭ. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിലൂടെ ഹിപ്പോളിത്തസ് പിതാവ്, കാശ്മീരിൻ്റെ മുൻ ബിഷപ്പ്, ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപാട് ജീവിതങ്ങൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അപ്പം ഇവരുടെ എല്ലാവരുടെയും ജീവിതം എൻ്റെ മനസ്സിൽ കടന്നു വന്നിട്ടുണ്ട്. അതൊരു ധ്യാനഗുരു എന്ന രീതിയിലും ഒരു ആത്മീയ ഉപദേഷ്ടാവെന്ന രീതിയിലുമൊക്കെ എൻ്റെ ജീവിതത്തെ നിർണായകമായി സ്വാധീനിച്ച വ്യക്തിത്വങ്ങളാണ്, ജീവിതങ്ങളാണ് അവർ ഓരോരുത്തരുടേതും. ഇപ്പം ഭരണങ്ങാനത്ത് ചാർജ് എടുക്കുന്നു. നിരന്തരമായ ധ്യാനങ്ങൾ, അങ്ങനെ ആ ധ്യാനങ്ങളിലൂടെയൊക്കെ ഒത്തിരി ആൾക്കാരെ ദൈവത്തിലേക്ക് നയിക്കുമ്പോഴും ഒരുപാട് എൻ്റെ കുറവുകൾ മറ്റുള്ളവർ തിരുത്തുമ്പോഴും എനിക്ക് തിരുത്താനും മറ്റുള്ളവരെ തിരുത്താനും സ്വയം വിശദീകരിക്കാനൊക്കെയായി ദൈവം തന്ന കൃപയുടെ അവസരങ്ങളായിട്ട് ഞാൻ എൻ്റെ ആ കാലഘട്ടത്തെ കാണുകയാണ്. അസീസിയുമായി ബന്ധപ്പെട്ട് കടന്നുപോയ 6 വർഷക്കാലങ്ങൾ. അതിനിടയിൽ കപ്പുച്ചിൻ സഭയുടെ പ്രൊവിൻഷ്യൽ ടീമിലേക്ക് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അസീസി ആശ്രമത്തിൻ്റെ സുപ്പീരിയറായിട്ട്, ഗാർഡിയനായിട്ട്, ഞങ്ങളുടെ ഭാഷയിൽ ഗാർഡിയനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ അവസരങ്ങൾ ഇടയാക്കി.
നിരന്തരമായ ധ്യാനപ്രസംഗങ്ങളും ധ്യാനചിന്തകളും അതുമായി ഒത്തുള്ള ആലോചനകളും എല്ലാം നടന്നു പോകുന്ന ഭാഗ്യപ്പെട്ട വർഷങ്ങളായിരുന്നു അസീസിയിലെ വർഷങ്ങൾ. ഒരു പ്രാസംഗികൻ എന്ന നിലയിൽ പ്രശസ്തിയിലേക്ക് ഉയർന്നത് ടെലിവിഷൻ ചാനലുകളിലൂടെയാണ് എന്ന് ബഹുമാനപ്പെട്ട ജോസഫ് പുത്തൻപുരയ്ക്കൽ അച്ഛൻ സ്മരിക്കുന്നു. തുടക്കത്തിൽ സൂര്യ TV-യിൽ ആരംഭിച്ചുവെങ്കിലും ശാലോം TV-യാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചത് എന്നും അദ്ദേഹം പറയുന്നു. ശാലോം TV-യുടെ ആരംഭം മുതലുള്ള വചനപ്രഘോഷകരിൽ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട പുത്തൻപുരയ്ക്കൽ അച്ഛൻ. 2009 കാലഘട്ടത്തിൽ ഇപ്പം 6-9 കാലഘട്ടത്തിൽ സഭയുടെ അസിസ്റ്റൻ്റ് പ്രൊവിൻഷ്യാളായി പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് ഒരു ദീർഘമായ ഇടവേളയിലേക്ക് വരികയാണ്. പൂർണ്ണമായ ധ്യാനപ്രസംഗത്തിൻ്റെയും എഴുത്തിൻ്റെയും ലോകം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ടെലിവിഷൻ മീഡിയയിൽ പ്രസംഗിച്ചു തുടങ്ങിയത് സൂര്യ TV-യുടെ ചാനലിലൂടെയാണ്. ഞാൻ തിരുവനന്തപുരത്ത് ആയിരുമ്പോൾ സൂര്യ TV-കാരാണ് എൻ്റെ അടുക്ക് ആദ്യം വരുന്നതും പൊൻപുലരി എന്ന പ്രഭാത പരിപാടി 2 വർഷക്കാലത്തോളം അതിൽ ഞാൻ ചിന്തകൾ കൊടുത്തു തുടങ്ങിയിരുന്നു. അപ്പോൾ ആരംഭം സൂര്യ TV-യിലാണ്, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ നമുക്കവിടെ ഒരു സ്വതന്ത്രമായിട്ട് എല്ലാം പങ്കുവെക്കാനുള്ള അവസരം അതിൻ്റെ സംവിധാനത്തിൽ ലഭിക്കുന്നില്ല. അപ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം വന്നതുപോലെ ഒരു നിമിത്തം വന്നതുപോലെ ശാലോം TV-യുടെ ആരംഭം. അങ്ങനെ ശാലോം TV-യുടെ ആരംഭകാലം മുതൽ ഇന്നുവരെ നിരന്തരമായി അതിൽ വചനങ്ങൾ പങ്കുവെക്കുന്നു. എന്നെ അറിയാതിരുന്ന ലക്ഷങ്ങൾ എന്നെ അറിഞ്ഞു തുടങ്ങിയത് ശാലോം ചാനലിലൂടെയാണ്. മറ്റു പലരും എന്നെ വിളിച്ചു തുടങ്ങിയത് ശാലോം ചാനൽ വന്നതിന് ശേഷമാണ്. അപ്പം എൻ്റെ വളർച്ചയിൽ വളരെ നിർണായകമായ പങ്ക്, എൻ്റെ മനസ്സിനല്പം ഭാരവും ദുഃഖവും ഉണ്ടായിരുന്ന ഏതാനും വർഷങ്ങളുണ്ടായിരുന്നു. ആ വർഷങ്ങൾ എന്നെ ഉയർത്തിയതും പിടിച്ചു നിർത്തിയതും സമൂഹത്തിൽ പേര് തന്നതും ശാലോം TV-യാണ്. ഒപ്പം ഭരണജ്ഞാനം അസീസി മാസിയിൽ എഴുതുന്ന മാസധ്യാനങ്ങളും ജീവൻ ബുക്സ് കപ്പുച്ചിൻ സഭ ഇറക്കുന്ന ജീവൻ ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളും ഒരു പോപ്പുലാരിറ്റി നേടിത്തരുന്നതിൽ വലിയ പങ്ക് വഹിച്ചു ജനങ്ങൾക്ക് ഇടയിൽ. 1990 ആരംഭത്തിലുമൊക്കെ ഒത്തിരി ആദരവോടെ നോക്കിക്കണ്ട 2 വൈദിക ശ്രേഷ്ഠരാണ് പനയ്ക്കലച്ഛനും നായ്ക്കമ്പലച്ചനുമൊക്കെ. രോഗശാന്തികളിലൂടെ വചനപ്രഘോഷങ്ങളിലൂടെ ദൈവജനത്തെ ചലിപ്പിച്ച ദൈവത്തിൻ്റെ 2 കർമ്മയോഗികൾ. ഞാൻ ഒത്തിരി ആദരവോടെ അവർ നോക്കിക്കണ്ടിട്ടുണ്ട്. പിന്നീട് നായ്ക്കമ്പലച്ചനെയൊക്കെ വിൻസെൻ്റ് സഭയുടെ ധ്യാനത്തിൽ ഞാൻ ധ്യാനിപ്പിച്ച അവസരമുണ്ട്. ആ ധ്യാനത്തിൽ അച്ഛനും സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. എനിക്ക് ചിരിക്കാനുള്ള കഴിവോ ചിരിപ്പിക്കാനോ പറ്റിയല്ല. പക്ഷേ പുത്തൻപുരച്ചൻ്റെ ധ്യാനം കേട്ട അന്ന് മുതൽ ഞാൻ ചിരിക്കാൻ തുടങ്ങി. ഇതായിരുന്നു നായ്ക്കമ്പലച്ചൻ ധ്യാനത്തിൽ അന്ന് പറഞ്ഞ ഒരു സാക്ഷ്യം. അപ്പം അവരെക്കാണ് ഞാൻ ദൈവമേ, ഇവരെ പോലെയൊക്കെ വചന ശുശ്രൂഷയിൽ എത്താൻ, വചന ശുശ്രൂഷയിൽ വളരാൻ എന്നെ നീ സഹായിക്കണേ, കൈപിടിച്ച് നടത്തണേ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അന്നൊക്കെ പ്രാർത്ഥിച്ച എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടതായി ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ചിലപ്പം ചില പ്രാർത്ഥനകൾ നമുക്ക് പെട്ടെന്ന് കേട്ടെന്ന് തോന്നും, ചിലപ്പോൾ ഉടനെ കേട്ടില്ല എന്ന് തോന്നും, ചിലപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് കേട്ടെന്ന് തോന്നും. പ്രാർത്ഥന പലവിധമുണ്ട്. ഉടനെ മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനയുണ്ട്, ചോദിച്ചാൽ ഉടനെ ലഭിക്കുന്നു. ധ്യാനത്തിലെ രോഗശാന്തി പെട്ടെന്ന് കിട്ടുന്ന ഒരു പ്രാർത്ഥന. ചിലപ്പം കുറേ നാൾ കഴിഞ്ഞ് കിട്ടുന്നു. 2016 പ്രാർത്ഥിക്കുന്നു, 2033 മറുപടി കിട്ടുന്നു. അതും ബൈബിളിൽ നമ്മൾ കാണാറുണ്ട്. അബ്രാഹാം 20കളിൽ പിതാവാകാൻ ആഗ്രഹിച്ചു. പക്ഷെ പിതാവായപ്പം വയസ്സ് 100 കഴിഞ്ഞു. 100-ാം വയസ്സിൽ ഒരു കുഞ്ഞില്ലല്ലോ എന്ന് കരുതി അബ്രാഹാം വരാന്തയിൽ കുത്തിയിരിക്കുമ്പം വീടിൻ്റെ പിന്നാമ്പുറത്തൊരു ശബ്ദം. നോക്കുമ്പം മിസ്സിസ് അബ്രാഹാം സാറ കുത്തിയിരുന്ന് ഓക്കാനിക്കുന്നു. കിളിച്ചുണ്ടമ്മങ്ങ കടിച്ചു പറിക്കുന്നു, വാളംപുളി ചവച്ചു കളയുന്നു. പുറം തടവി കൊടുത്തു, മുതുക് തലോടി കൊടുത്തു. 20ൽ പ്രാർത്ഥിച്ചു, 100ലാ കുഞ്ഞുണ്ടായത്. ചിലപ്പം പ്രാർത്ഥിച്ച ആൾക്കാർ പ്രാർത്ഥനാ വിഷയം മറന്നു പോകാം, പക്ഷെ പ്രാർത്ഥന കേട്ട ദൈവം മറക്കുകയില്ല. ഉദാഹരണം സക്കറിയ അനേക നാൾ പ്രാർത്ഥിച്ചു, ഒരു കുഞ്ഞിനെ തരണേ. അവസാനം സക്കറിയ പോലും വിഷയം മറന്നു. ധൂപക്കുറ്റി വീശി നടക്കുമ്പോൾ ദൂതം വന്ന് പറയുന്നു, സക്കറിയ
നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. വന്ധ്യ എന്ന മുദ്ര കുത്തപ്പെട്ട നിന്റെ ഭാര്യ എലിസബത്ത് ഒരു പുത്രനെ പ്രസവിക്കും. സഖറിയ ചോദിച്ചു, ഇതെങ്ങനെ ഒക്കും? ദൂതൻ ചോദിച്ചു, പിന്നെ എന്നാ ഒക്കുമെന്ന് ഓർത്തോണ്ടാ ഇത്രയും നാൾ ചോദിച്ചുകൊണ്ടിരുന്നത്. ഒപ്പിച്ചു തന്നപ്പം സംശയിക്കുകയാണ്. സഖറിയ സംശയിച്ചു, മറന്നു. പക്ഷെ ദൈവം പ്രാർത്ഥന കേട്ടു. ചില കാര്യം ഇങ്ങനെ ഇന്ന് പ്രാർത്ഥിക്കും, പിന്നീട് കേൾക്കും. ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് പരോക്ഷമായി പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. ഒരു സ്ത്രീ പറഞ്ഞു, അച്ഛാ, ഇത്രയേറെ ഞാനിവിടെ പ്രാർത്ഥിക്കാൻ വന്നിട്ടും പലപ്പോഴും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയതായിട്ട് തോന്നുന്നില്ല. ഞാൻ ചോദിച്ചു, പിന്നെ എന്നാത്തിനാണ് പ്രാർത്ഥിക്കാൻ പിന്നെയും വരുന്നത്? ഉടനെ ചേട്ടത്തിയുടെ മറുപടി, എൻ്റെ അച്ഛാ, ചോദിച്ചത് വല്ലതും കിട്ടിയില്ലെങ്കിലും ചോദിക്കാത്തത് വല്ലതും ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. ചിലപ്പം ചോദിക്കുമ്പോൾ ചോദിച്ചതിന് ഉത്തരവല്ല, ചോദിക്കാത്തത് പലതും ദൈവം നമുക്ക് തരും. പ്രാർത്ഥിക്കുമ്പോൾ മാറ്റം വരുന്നത് പ്രാർത്ഥനാ വിഷയത്തിലല്ല, പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വരദാന ഫലങ്ങളാൽ ഈ സമൂഹത്തിൽ അനുദിനം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ ഒരഭിഷിക്തൻ. ആ ജീവിതത്തിൽ ആദ്യന്തം നാം തിരിച്ചറിയുന്നത് അത്ഭുതകരമായ ദൈവീക ഇടപെടലുകളാണ്. ഒരാത്മാവിനെ അവിടുന്ന് ഏറ്റെടുത്ത് വഴി നടത്തുന്ന വിസ്മയനീയമായ ചിത്രം ഇവിടെ നമുക്ക് മുന്നിൽ തെളിയുന്നു. തൻ്റെ സവിശേഷമായ ബോധ്യങ്ങളുടെയും തിരിച്ചറിവുകളുടെയും വെളിച്ചത്തിൽ ഊർജ്ജസ്വലതയോടെ മുന്നേറുന്ന ഈ ശുശ്രൂഷകന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. മനസ്സ് വല്ലാതെ നീറി പെട്ടെന്ന് കണ്ണടച്ച് പറിച്ച മാതാവേ, അത്ഭുതം കാണിച്ച് ഇതിന് പരിഹാരം തരണം. പെട്ടെന്ന് ആ നിർണായക സമയത്ത് വിളിക്കുന്ന മാതാവ് എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന തൽക്കാലിലിരിക്കുന്ന ഒരു യുവതിയോട് ചോദിച്ചു, സിസ്റ്ററെ, ഐഡൻറ്റിറ്റി കാർഡില്ലെന്ന് വരികയിൽ പാസ്പോർട്ട് പുത്തനെടുക്കാൻ പറ്റുകയില്ല, തിരിച്ചു പോകാം. അവർ ചാടി ഇരുന്നിട്ട് ചോദിച്ചു, പുത്തൻ പഠിക്കുന്ന അച്ഛനല്ലേ, ഞാനിപ്പോഴും ശാലോമിലും വാട്സപ്പിലും ഒക്കെ അച്ഛനെ ശ്രദ്ധിക്കുന്നതാണ്, അച്ഛനവിടെ നിൽക്കാൻ പറയും. ഒരുപക്ഷെ ഇത്രയും ഒരു ഉൾപ്രദേശത്ത് നിന്നും ഇത്രയും ഒക്കെ വളരാനും ഇത്രയും പ്രശസ്തിയിലെത്താനും ഒക്കെ എന്ത് യോഗ്യതയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അവിടുത്തെ സൗജന്യദാനം ദാനമായി ലഭിച്ചതല്ല, എന്താണ് നിനക്കുള്ളത്? തമ്പുരാൻ ചോദിക്കുന്നു. ആ ഒരു ഉറപ്പും നമ്മുടെ മനസ്സിലേക്ക്, എൻ്റെ മനസ്സിലുണ്ട്. ആർക്കും കിട്ടാത്ത വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് ദൈവം കൊണ്ടുവരുന്നു. ഒരുപക്ഷെ ഒന്നെങ്കിൽ കരിസ്മാറ്റിക് ധ്യാനവുമായി ബന്ധപ്പെട്ട ഒരു ലോകത്ത് മാത്രമായിട്ട് നമുക്ക് ഒത്തിരി വളരാൻ പറ്റും. ദൈവമില്ല എന്ന് ഞാൻ പറയുന്നത് എനിക്ക് നാക്കില്ല എന്ന് പറയുന്നത് പോലെ, എൻ്റെ നാക്കുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് നാക്കില്ല. അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചു പറയാം, അമ്മയില്ല, എവിടെ കിടന്നോടാ? അമ്മയുടെ വയറ്റിൽ കിടന്നോട്. ഇതുപോലെയാണ് ദൈവമില്ല എന്ന് പറയുന്നവർ. ദൈവനിഷേധികളെ നമ്മൾ അകറ്റി നിർത്തണം. വെറുക്കരുത്, പക്ഷെ സുഹൃത്ത് ബന്ധം അവരുമായി സ്ഥാപിക്കരുത്. തിന്മ തിന്മയിലേക്ക് മനുഷ്യനെ നയിക്കും.